വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇതെന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ വാവ റോയി, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കപ്പ വെച്ച് പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇന്ന് കപ്പ വെച്ച് ഒരു റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുക. റോസ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണി 4 മണിക്കോ 10 മണിക്കൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഈ കപ്പ വെച്ചുള്ള ഈ റോസ്റ്റ് കഴിക്കാം, കപ്പ ബിരിയാണി കഴിക്കാം. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കപ്പ നമുക്ക് ഇച്ചിരി വലുതായിട്ട് ഇതേ പീസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി വലിയ പീസായിരിക്കണം. അങ്ങനെ ഇത് കപ്പയെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കപ്പ നമ്മൾ അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ശരിക്കും വേവരുത്, ഒരു 3/4 വേവിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് മീനിന്റെ പഞ്ഞിലും നെയ്യും കൂടെ ഇത് നമുക്ക് ഈ തവയ്ക്കകത്തോട്ട് ഇടാം. അത് ഉരുകുന്നുണ്ട്. എൻ്റെ വെള്ളമെല്ലാം പറ്റി എൻ്റെ നെയ്യ് പുറത്തിറങ്ങട്ടെ. വേറെ നമുക്ക് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അത് ഉരുകി തുടങ്ങും. ഞാനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഓടിയിട്ട് കൊടുക്കാം, മഞ്ഞൾ ഓടിയിട്ട് കൊടുക്കാം. വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നല്ല വൃത്തിയായിട്ട് ഇളക്കി ഒന്ന് മൊരിക. ഒരു സവാള, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതിട്ട് കൊടുക്കാം. ഇത് ആ നെയ്ക്കകത്ത് കിടന്ന് ഇത് മൊരിയണം. വൃത്തിയായിട്ട് നമുക്ക് മൊരിക്കാം. ഇത് 3/4 ഭാഗം മുരിഞ്ഞു. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഇട്ട് വെക്കാം. ആ മസാലയുമായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ കപ്പ വെച്ച് ഒരു റോസ്റ്റ് ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല. ആ മീനിന്റെ നെയ്യ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, ഓയിലൊന്നും ചേർത്തിട്ടില്ല. കപ്പ ഒരു റോസ്റ്റ് ചെയ്യുക. ആ മസാലയ്ക്കകത്ത് കപ്പ 5 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് മയപ്പെടുത്തി വെക്കാം. ഇത്തിരി വെന്ത് പോകരുത് കപ്പ, നമ്മളിങ്ങനെ പറക്കിയെടുക്കണം, അതേപോലെ ഇരിക്കണം. വൃത്തിയായിട്ടൊന്ന് ഇളക്കി മസാലയായിട്ട് കപ്പയുമായി യോജിപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ച് മല്ലിയുടെ കൂടെ ഇളക്കി ഒന്നുകൂടെ യോജിപ്പിക്കുക. 10 മണിക്കോ 4 മണിക്കോ ഒക്കെ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. കപ്പ വെച്ച റോസ്റ്റ്, കപ്പ ബിരിയാണി എന്ന് വേണേലും പറയാം. റോസ്റ്റ് ആക്കിയിട്ടുള്ള കപ്പ ബിരിയാണി. നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. കപ്പ റോസ്റ്റ്. ഇനിയും ഇതേപോലെ നല്ലൊരു ഡിഷുമായി കടന്നു വരുന്നതിന് വരെ ഏവർക്കും താങ്ക്സ്.